സ്വന്തം നാട്ടുകാർ മറന്നുപോയ എന്നാൽ ഇന്ത്യൻ സൈന്യം ഇന്നും ഓരോ ദിവസവും ആദരവോടെ പേര് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു മലയാളി പോരാളിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അതിർത്തിയിൽ വിസ്മയമായി മാറിയ നമ്മുടെ സ്വന്തം പെരുങ്ങോട്ടുകരക്കാരൻ വീരജവാൻ പ്രേമചന്ദ്രൻ. വെറും 19 വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന പ്രേമചന്ദ്രൻ 1971 യുദ്ധത്തിൽ ജമ്മുവിലെ സാംബ സെക്ടറിലായിരുന്നു. പാകിസ്ഥാന്റെ കനത്ത ഷെല്ലാക്രമണത്തിനിടയിലും ജീവൻ പണയപ്പെടുത്തി സൈന്യത്തിന് സന്ദേശങ്ങൾ ബൈക്കിൽ എത്തിച്ച ധീരൻ. ഇന്നും അദ്ദേഹം സേവനമനുഷ്ഠിച്ച ആർട്ടിലറി റെജിമെന്റ് ഉണരുന്നത് പ്രേമചന്ദ്രൻ ബാറ്ററിക്ക് ജയ് എന്ന വിളികളോടെയാണ്. മീററ്റിലെ പല റോഡുകൾക്കും സ്ഥാപനങ്ങൾക്കും അദ്ദേഹത്തിന്റെ പേരുണ്ട്. 26 വയസ്സിൽ അദ്ദേഹം മാതൃഭൂമിക്കായി വീരമൃത്യു വരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതിമയും അവിടെയുണ്ട്. കാലം വിസ്മൃതിയിലാക്കിയ ആ പോരാളിയുടെ ചരിത്രം ജന്മനാട് വീണ്ടും അറിഞ്ഞത് റെജിമെന്റിൽ നിന്നും ചില ഉദ്യോഗസ്ഥർ കുടുംബത്തെ അന്വേഷിച്ചെത്തിയപ്പോഴാണ്. അവർ അദ്ദേഹത്തിന്റെ സഹോദരിയെ വിമാനമാർഗം ഡൽഹിയിലെത്തിച്ച് അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ രാജ്യം ഉന്നത ബഹുമതിയായ വീരചക്ര നൽകി. ഈ റിപ്പബ്ലിക് ദിനത്തിൽ സംസ്കൃതി പെരുങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നറിയപ്പെടുന്ന ധീരയോദ്ധാവ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി അദ്ദേഹത്തിന്റെ സ്മരണയിൽ പുഷ്പാർച്ചന ചെയ്തു സംസാരിച്ചു. നമ്മുടെ നാടിന്റെ അഭിമാനമായ വി.കെ. പ്രേമചന്ദ്രന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 പ്രണാമം. ഈ ധീരചരിത്രം എല്ലാവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. ജയ് ഹിന്ദ്.